ഇനിയൊരു സന്തോഷ വാർത്തയാണുള്ളത് പങ്കുവയ്ക്കാൻ. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിൽ ഇടപെട്ട് റെയിൽവേ. പരശുറാം എക്സ്പ്രസിന് 2 കോച്ചുകൾ കൂടി അനുവദിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. തിരക്കുള്ള മറ്റു ട്രെയിനുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ കാസർഗോഡ് വരെ നീട്ടുന്ന കാര്യവും പരിഗണിക്കുമെന്നും റെയിൽവേ. മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലെ വിവരങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. റിപ്പോർട്ടർ ബിഗ് ഇമ്പാക്ട് വാർത്തയുമായി നമുക്കൊപ്പം എത്തുന്നു അഷിൻ ഡിയാഗോ. ഗുഡ് ഈവനിംഗ് അഷിൻ ഡിയാഗോ. ഈ വൈകുന്നേരം കേൾക്കുന്ന ഏറ്റവും നല്ല വാർത്തയാണ്. നമ്മൾ കുറേ ദിവസങ്ങളായി പരമ്പരയായി മുന്നോട്ട് വെച്ച വിഷയമാണ്. അത് നിയമസഭയിൽ വരുന്നു, അത് ചർച്ചയാകുന്നു. അതിലിപ്പോൾ യാത്രക്കാർക്ക് ഗുണകരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണോ? റെയിൽവേയുടെ ഉറപ്പ് കിട്ടിയോ മന്ത്രിക്ക്? ഗുഡ് ഈവനിങ് സുജിയ. അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഒരു യാത്രാക്ലേശം, യാത്രാ ദുരിതം അത് പരമ്പരയായി തന്നെ നമ്മൾ അത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചു കൊണ്ടിരുന്നതാണ്. അതിന് ഇപ്പോൾ ഒരു ശുഭസമാപ്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൽ സർക്കാർ ഇടപെടുന്നു, ഇന്ത്യൻ റെയിൽവേ ഇടപെടുന്നു, ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും എന്നൊരു ഉറപ്പ് സർക്കാരിന് തന്നെ റെയിൽവേ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഉന്നത റെയിൽവേ അധികൃതർ ഇതു സംബന്ധിച്ച തീരുമാനങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതായത് കേരളം ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നൊരു ഉറപ്പാണ് മന്ത്രിക്ക് അധികൃതർ നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പരശുറാം എക്സ്പ്രസിന് 2 കോച്ചുകൾ കൂടി അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന് തിരക്കുള്ള മറ്റു ട്രെയിനുകളിലും ആവശ്യമായ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും. ആ ഒരു തീരുമാനത്തിൽ കൂടി എത്തിയിരിക്കുന്നു. ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ കാസർഗോഡ് വരെ നീട്ടുന്ന കാര്യവും പരിഗണിക്കുമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, അവധിക്കാലങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ ഒരു കലണ്ടർ തയ്യാറാക്കി റെയിൽവേക്ക് സമർപ്പിക്കും. ഇതുപോലെ ട്രെയിൻ സർവീസുകൾ ഷെഡ്യൂൾ ചെയ്യാനും ഒരു ധാരണയായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, ട്രെയിനുകളിലെ അക്രമ സംഭവങ്ങൾ അത് തുടർക്കഥയാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ആശങ്കയും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ട്രെയിനുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നും റെയിൽവേ സർക്കാരിനോട് മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. അതിലും ഒരു തീരുമാനമായിരിക്കുന്നു. മറ്റൊന്ന്, വന്ദേ ഭാരതിനായി മറ്റു ട്രെയിനുകൾ മണിക്കൂറുകൾ പിടിച്ചിടുന്നത് അതും ഒഴിവാക്കുന്നതും സംബന്ധിച്ചും ധാരണയായിട്ടുണ്ട്. അതും പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മലപ്പുറം ജില്ലയിലെ ജനസംഖ്യയും ട്രെയിൻ യാത്രക്കാരുടെ എണ്ണവും പരിശോധിച്ച് രാജധാനി എക്സ്പ്രസിന് ജില്ലയിൽ സ്റ്റോപ്പ് അനുവദിക്കുന്ന കാര്യം റെയിൽവേ ബോർഡിന്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വാർത്ത അതിൽ ഒരു വലിയ ഇടപെടൽ, വലിയൊരു ഇമ്പാക്ട് തന്നെ. തീർച്ചയായും സന്തോഷമുള്ള വാർത്തയാണ് അഷിൻ ഡിയാഗോ പങ്കുവച്ചത്. കേരളത്തിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിൽ മലബാറിന്റെ പ്രതിസന്ധി കണ്ടറിയുന്നു റെയിൽവേ. ആ തീരുമാനം റെയിൽവേ ബോർഡിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നു. ഇനി അത് അന്തിമ പ്രഖ്യാപനമായി നമ്മുടെ മുന്നിലേക്ക് വരും. പരശുറാമിന് 2 കോച്ചുകൾ അത് ഉറപ്പാണ്. മറ്റു കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനം റെയിൽ മന്ത്രാലയത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.